In this lecture, we are going to discuss about the slope stability analysis. We have different methods of for analyzing the stability of slopes. So initially, we have to discuss what are the assumptions that we are taken into account for the stability analysis. In this, the first assumption is stress system assumed to be two-dimensional. ഒരു സ്ലോപ്പ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രെസ് സിസ്റ്റം എന്ന് പറയുന്നത് ടു ഡയമെൻഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദി തേർഡ് ഡയറക്ഷൻ, ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്ട്രെസ് 0 ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി സെക്കൻഡ് കേസ്, കോളം ഇക്വേഷൻ ഫോർ ഷിയർ സ്ട്രെങ്ത് ഈസ് അപ്ലിക്കബിൾ ഫോർ ദി സ്ട്രെങ്ത് പാരാമീറ്റർ, ദാറ്റ് മീൻസ് സി ആൻഡ് ഫൈ. ഷിയർ കോളം ഇക്വേഷൻസ് ഈ ഒരു സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസിലും അപ്ലിക്കബിൾ ആണ്. And the third one is seepage condition and water level are known and corresponding pore pressure can be determined. ഒരു സ്ലോപ്പ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന സീപ്പേജ് കണ്ടീഷനും അവിടുത്തെ വാട്ടർ ലെവലും എത്രയാണ് എവിടെയാണെന്നുള്ള കണ്ടീഷൻസൊക്കെ ഓൾറെഡി നോൺ ആണ്. ആൻഡ് കണ്ടീഷൻ ഓഫ് പ്ലാസ്റ്റിക് ഫെയിലിയർ ആർ അസ്യൂംഡ്. ഇതിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഫെയിലിയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസിലെ അസംഷൻസ് എന്ന് പറയുന്നത്. Now we have to discuss what are the methods. സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസിന് ഒരുപാട് മെത്തേഡ്സ്, പലതരത്തിൽ ഗ്രാഫിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ബട്ട് ആസ് പെർ അവർ സിലബസ് വി ഹാവ് ടു ഡിസ്കസ് 3 മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്യൂഡി സർക്കിൾ മെത്തേഡ് എന്ന് പറയും. ആൻഡ് സെക്കൻഡ് വൺ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് ടെയിലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പർ ആൻഡ് ചാർട്ട്. ഒരു ടൈലേഴ്സ് നമ്പറും ഒരു ചാർട്ടുണ്ടാവും, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാം. അങ്ങനെ ഇങ്ങനെ 3 മെത്തേഡുകളാണ് സ്ലോപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നൗ വി ഹാവ് ടു ഡിസ്കസ് ഈച്ച് മെത്തേഡ് ഇൻഡിവിജ്വലി. നൗ ദി ഫസ്റ്റ് വൺ ഈസ് സ്യൂഡി സർക്കിൾ മെത്തേഡ്. ഈ ഒരു മെത്തേഡിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെത്തേഡ് ഓഫ് സ്ലൈസസ് എന്ന് പറയും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്ലോപ്പിനെ നമ്മൾ ഒരുപാട് കഷ്ണങ്ങളായിട്ട് സ്ലൈസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിനെ മെത്തേഡ് ഓഫ് സ്ലൈസസ് എന്ന് പറയുന്നത്. Now in this method the failure surface is assumed as a circular one and the force acting on this sliding surface, ആ ഫെയിൽ ആവുന്ന സർഫസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന സർക്കുലർ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന്, ദ ഫസ്റ്റ് വൺ ഇസ് വെയിറ്റ് ഓഫ് ദി സ്ലൈഡിംഗ് ബേർഡ്സ് ആൻഡ് സെക്കൻഡ് വൺ കൊഹൂസീവ് ഫോഴ്സ് ആൻഡ് തേർഡ് വൺ റിയാക്ഷൻ. ഇങ്ങനെ 3 ഫോഴ്സുകളാണ് ആ ഒരു സർഫസിനകത്ത് ആക്ട് ചെയ്യുന്നത്. Now the procedure for this method is, first of all you have to consider a slope. അതിനൊരു പേര് കൊടുത്തു ADV എന്നുള്ളത്. ലൈക്ക് ദിസ് ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്തു. നൗ ടേക്ക് എ ട്രയൽ വെഡ്ജ്. ഇവിടെ ഇപ്പം ഇങ്ങനെ സ്ലോപ്പ് ഫെയിൽ ആവുന്നത് നമ്മൾ ഒരു അസ്യൂം ചെയ്യാം. ഒരു ഡയറക്ഷൻ, ഒരു സർക്കുലർ ആർക്ക്, ആ ഡയറക്ഷനിലാണ്, ആ സർഫസിലാണ് ഫെയിൽ ചെയ്യുക എന്നുള്ള അസ്യൂം ചെയ്തുകൊണ്ട് ഒരു സർഫസ് സെലക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു സർഫസ്, ഈ ഒരു സർഫസിലാണ് സോയിൽ ഫെയിൽ ആവുക, സ്ലോപ്പ് ഫെയിൽ ആവുക എന്നുള്ള ഒരു അസംഷനിൽ നമ്മളൊരു ട്രയൽ വെഡ്ജ്, ഒരു ട്രയൽ സർഫസ് കൺസിഡർ ചെയ്തു. ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് R ആൻഡ് ദി സെൻറ്റർ ഓഫ് ദിസ് സർക്കുലർ ആർക്ക് ഈസ് O. അങ്ങനെ ഒരു അസംഷൻ നമ്മളെടുത്തു. ആൻഡ് ഈ ഒരു സർഫസിനെ, ഈ ഒരു വെഡ്ജിനെ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഈക്വലി. ഒരുപാട് കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതുപോലെ ഈക്വൽ വിടുത്ത് വരുന്ന രീതിയിൽ ഒരുപാട് കഷ്ണങ്ങൾ, സ്ലൈസുകളാക്കി മാറ്റും. നൗ ഇനി ചെയ്യേണ്ടത് ആ ഒരു ഓരോ സ്ലൈസിൻ്റെയും ഓരോ പീസിൻ്റെയും വെയിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോന്നിൻ്റെയും വെയിറ്റ് W നമുക്കത് ഡിറ്റർമിൻ ചെയ്യാം. നൗ ദിസ് വെയിറ്റ് ഈസ് റിസോൾവ്ഡ് ഇൻ ടു 2 കമ്പോണൻറ്റ്. അതിൻ്റെ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യാം. So this is the normal component and this is the tangential component. And the normal component is equal to W cos alpha, where alpha is the angle between this, and tangential component is equal to W sin alpha. അപ്പോൾ ഈ തരത്തിൽ ആ ഓരോ സ്ലൈസിൻ്റെയും വെയിറ്റ് അതിൻ്റെ കമ്പോണൻറ്റുകൾ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്യാം. നൗ ഓരോ സ്ലൈസിൻ്റെയും ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ ഈ ചെറിയൊരു കറോഡ് ലെങ്ത് ഓരോ സ്ലൈസിൻ്റെയും എത്രയെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ആർക്ക് ലെങ്ത് ഓരോന്നിൻ്റെയും എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. നൗ ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് determined by using the equation Fs is equal to sigma C delta L plus sigma n tan phi divided by sigma t.
ഇതിൽ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കൊഹിഷൻ ഓഫ് ദി സോയിൽ. ഡെൽറ്റ എൽ മീൻസ് ഇറ്റ് ഈസ് ദി arc length of each slice, and sigma n, where n is the normal component of the weight and phi is the friction angle and t is the tangential component of the weight. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ നമുക്ക് ഇതിനൊക്കെ ചെയ്യുന്നത് ഓരോ സ്ലൈസും എടുത്തിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി സമ്മാണ് ഇതിനകത്ത് സിഗ്മ എന്ന് പറയുന്നത്. സിഗ്മ സി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ലൈസിൻ്റെയും സമ്മാണ്. So by using this you will get the factor of safety Fs. Now if we are analyzing like this, you will get a factor of safety for the assumed wedge. നമ്മൾ ഒരു വെഡ്ജാണ് അസ്യൂം ചെയ്തത്, അതിൻ്റെ കിട്ടും. അങ്ങനെ ഒരുപാട് വെഡ്ജുകൾ പലതരത്തിൽ നമ്മൾ ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതുന്ന എല്ലാ വെഡ്ജുകളും എടുത്ത് ഇതുപോലെ അനലൈസ് ചെയ്യാം. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ നമ്പർ ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റീസ് ഫോർ ഡിഫറെൻറ്റ് വെഡ്ജ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. ഇതിൽ ഏറ്റവും ഫാക്ടർ ഓഫ് സേഫ്റ്റി കുറഞ്ഞ വെഡ്ജ് ഏതാണോ, സർഫസ് ഏതാണോ, അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ വൺ. സോ ദി വെഡ്ജ് വിത്ത് മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ദി ക്രിട്ടിക്കൽ വൺ. അതാണ് ക്രിട്ടിക്കൽ വൺ. അതിലൂടെയാണ് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഒരു സ്ലോപ്പിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നത് ബൈ യൂസിങ് സ്യൂട്ടിക് സർക്കിൾ മെത്തേഡ്. നൗ we move to the second method, that is friction circle method. ഇനി friction circle method വഴി എങ്ങനെയാണ് ഒരു സ്ലോപ്പ് അനലൈസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. And in this method also the failure slip surface is assumed as a circular one, and the forces acting on the wedges are weight of the wedge, cohesive force and the reaction. ഈ മൂന്നെണ്ണമാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. Now move to the procedure. In this we have to first of all we determine the cohesion, friction and density of the slope and slope angle. ആ ഒരു സ്ലോപ്പ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള, സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാനുള്ള സ്ലോപ്പിൻ്റെ കൊഹിഷൻ, ഫ്രിക്ഷൻ, അതുപോലെ അതിൻ്റെ ഡെൻസിറ്റി, ആ സ്ലോപ്പ് ആംഗിൾ, ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡ്രോ ദിസ് സ്ലോപ്പ് ഓൺ എ ഗ്രാഫ് ഷീറ്റ്. ഒരു ഗ്രാഫ് ഷീറ്റിൽ അത് വരയ്ക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കൺസിഡർ എ ട്രയൽ വെഡ്ജ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ലോപ്പ്, അതിൽ നമ്മളൊരു ട്രയൽ വെഡ്ജ് ഇങ്ങനെയാണ് ഫെയിൽ ആവുന്നത് എന്നുള്ള അസംഷനിൽ ഒരു ട്രയൽ വെഡ്ജ് അസ്യൂം ചെയ്യുക. ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് ആർ ആൻഡ് സെൻറ്റർ ഈസ് ഓ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് അസ്യൂം ചെയ്തു. നൗ ഇനി ചെയ്യേണ്ടത് വി അസ്യൂം എ വാല്യൂ ഫോർ Fy. ദാറ്റ് മീൻസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ. Fyക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്യാം, ലൈക്ക് 1.5, 2, അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. ആ വാല്യൂവിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് φm, ദാറ്റ് മീൻസ് ഫ്രിക്ഷൻ മൊബിലൈസിങ്, ബിക്കോസ് വി ഹാവ് ആൻ ഇക്വേഷൻ വിത്ത് Fy ഈസ് ഈക്വൽ ടു tan phi by φm. ഇതിൽ ഫൈ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആംഗിൾ ആണ് ഓഫ് സോയിൽ സ്ലോപ്പ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓൾറെഡി അറിയാം. Fy എന്നുള്ള വാല്യൂ വി അസ്യൂംഡ് എ വാല്യൂ, ഫോർ എക്സാമ്പിൾ 1.52 അങ്ങനെ അസ്യൂം ചെയ്യുക. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, φmൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം ദിസ് റിലേഷൻ. സോ φm കിട്ടിയാൽ ഡ്രോ എ ഫ്രിക്ഷൻ സർക്കിൾ വിത്ത് സെൻറ്റർ O ആൻഡ് റേഡിയസ് R സൈൻ φm. ഈ സെൻറ്റർ O എന്ന് പറയുന്നത് നേരത്തെ ഫെയിലിയർ വെഡ്ജിൻ്റെ അതേ സെൻറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് R സൈൻ ഫൈ വരുന്ന രീതിയിൽ, സൈൻ φm നമ്മളോട് കണ്ടുപിടിച്ചു, R സൈൻ φm വരുന്ന രീതിയിൽ ഒരു കുഞ്ഞു സർക്കിൾ വരും. ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെ റേഡിയസ് R സൈൻ φm. ഇങ്ങനെ വരക്കുന്ന സർക്കിളിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷൻ സർക്കിൾ വരച്ചിട്ട് ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് ഈ മെത്തേഡിന് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി ചെയ്യേണ്ടത് ദ റിയാക്ഷൻ ആർ. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മൂന്നെണ്ണമാണ്, വെയിറ്റ്, കൊഹിഷൻ, റിയാക്ഷൻ. റിയാക്ഷൻ ആർ എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷൻ സർക്കിളിന് വരക്കുന്ന എല്ലാ ടാൻജൻറ്റും ആ റിയാക്ഷൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ വരക്കുന്നത് ആ ഡയറക്ഷനിലുള്ള ആ ഭാഗത്തുള്ള ആർക്കിൻ്റെ ഭാഗത്ത് വരുന്ന റിയാക്ഷൻ്റെ ഡയറക്ഷന് ഇതിന് ടാൻജൻ്റ് ആയിട്ട് വരിക. ദെൻ വെയിറ്റ്, ഈ സോയിൽ മാസിൻ്റെ വെയിറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. ആൻഡ് കൊഹിഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റാണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും കൊഹിഷൻ്റെ ഡയറക്ഷൻ. അപ്പോൾ മൂന്നിൻ്റെയും ഡയറക്ഷൻ നമുക്ക് മനസ്സിലായി. ഒന്ന് ടാൻജൻഷ്യലായിട്ട് റിയാക്ഷൻ ഉണ്ടാവും, വെയിറ്റ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാഫിൽ നിന്ന് താഴോട്ട്, ആൻഡ് കൊഹിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഭാഗത്ത് ടാൻജൻഷ്യലായിട്ടാണ് കൊഹിഷൻ ഉണ്ടാവുക. ഇവിടെ CM എന്ന് കൊടുത്ത് ഇറ്റ് ഈസ് ദ മൊബിലൈസ്ഡ് കൊഹിഷൻ. ഓരോ പോയിന്റിലെയും കൺസിഡർ ചെയ്യുന്നതാണ്. ടോട്ടൽ കൊഹിഷൻ എന്ന് പറയുന്നത് C ആണ്, ഓരോ പോയിന്റിലും മൊബിലൈസ് ചെയ്യുന്നതാണ് CM എന്ന് പറയുന്നത്. നൗ ഇൻ ദിസ് കേസ്
വെയിറ്റ് ഓഫ് ദി സോയിൽ ഇൻസൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിനകത്തുള്ള സോയിലിൻ്റെ വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്കറിയാം. അതുപോലെ റിയാക്ഷൻ്റെ ആർ എന്നതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടാണ്. സി എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷനും നമുക്കറിയാം സ്ലിപ്പ് സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടാണ്. പക്ഷേ ആറിൻ്റെയും സിയുടെയും റിയാക്ഷൻ്റെയും കോഹിഷൻ്റെയും മാഗ്നിറ്റ്യൂഡ് വാല്യൂ നമുക്കറിയില്ല, പക്ഷെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് ടു ഡ്രോ ദി ഫോഴ്സ് ട്രയാങ്കിൾ. ഡബ്ല്യു, ആർ ആൻഡ് സി ഉപയോഗിച്ചിട്ട് ഈ 3 ഫോഴ്സുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഫോഴ്സ് ട്രയാങ്കിൾ വരയ്ക്കുക. നമുക്ക് ഇനിഷ്യലി വെയിറ്റ് അറിയാം, വെയിറ്റിൻ്റെ വാല്യൂ അറിയാം, അതിൻ്റെ ഡയറക്ഷൻ താഴോട്ട് അതും അറിയാം. നൗ ദി ഡയറക്ഷൻ ഓഫ് കൊഹിഷൻ അറിയാം, ടാൻജൻഷ്യലി ആയിട്ട് പോകുന്നതാണ്, അതറിയാം, പക്ഷെ അതിൻ്റെ വാല്യൂ അറിയില്ല. അതേപോലെ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ നമുക്കറിയാം, ഇങ്ങനെ ഈ ഡയറക്ഷൻ ടാൻജൻഷ്യലായിട്ട് പോകുന്നതാണ്, അതും അറിയാം നമുക്ക്, ഇതിൻ്റെ വാല്യൂ. പക്ഷേ ഈ ഒരു ഫോഴ്സ് ട്രയാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മീറ്റിംഗ് പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കൊഹിഷൻ്റെ വാല്യൂം അതുപോലെ റിയാക്ഷൻ്റെ വാല്യൂം കിട്ടും. സോ ദിസ് ലെങ്ത് റെപ്രസെൻറ്റ് ദി റിയാക്ഷൻ വാല്യൂ ആൻഡ് ദിസ് ലെങ്ത് റെപ്രസെൻറ്റ് ദി വാല്യൂ ഓഫ് കൊഹിഷൻ. സോ ഈ ഒരു ഫോഴ്സ് ട്രയാങ്കിൾ വരച്ച് അത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് കൊഹിഷൻ ആൻഡ് റിയാക്ഷൻ. നൗ ഇനി ചെയ്യേണ്ടത് ദ ടോട്ടൽ കൊഹിഷൻ. നമ്മൾ സി എം എന്ന് പറയുന്നത് ഓരോ പോയിന്റ് മൊബിലൈസ്ഡ് കോഷനാണ്. ടോട്ടൽ കോഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ സോയിൽ മാസിനകത്ത് വരുന്ന കോഷനാണ്. ദാറ്റ് കൊഹിഷൻ ഇസ് ഈക്വൽ ടു മൊബിലൈസ്ഡ് കോഹിഷൻ ഇൻ ദി ലെങ്ത് ഓഫ് ആർക്ക് എൽ സി. എൽ സി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഈ സർക്കുലർ ആർക്കിൻ്റെ കോഡ് ലെങ്ത് ആണ് എൽ സി എന്ന് പറയുന്നത്. എൽ സി കോഡ് ലെങ്ത്. സോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് സി കൊഹിഷൻ. പക്ഷെ കൊഹിഷൻ്റെ വാല്യൂ നമുക്ക് സി ഓൾറെഡി ഫോഴ്സ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു, സിൻ്റെ വാല്യൂ അറിയാം. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സി എം. സോ സി എം ഇസ് ഈക്വൽ ടു സി ബൈ എൽ സി എന്ന് വരും, വേർ എൽ സി ഇസ് ദി ലെങ്ത് ഓഫ് ദി കോഡ്. നൗ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹിഷൻ എന്ന് പറയുന്നത് എഫ് സി ഇസ് ഈക്വൽ ടു സി ബൈ സി എം. ഇതിൽ സി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, സി എം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. സോ ഫ്രം ദിസ് ഈ റേഷ്യോയിൽ നിന്ന് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് എഫ് സി. അപ്പോൾ ഇവിടെ എൽ സി ലെങ്ത് ഓഫ് കോഡ് എന്ന് പറഞ്ഞ ഇതാണ്, ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഈ ലെങ്ത് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. സോ ഇത്രയും ആയ സമയത്ത് നമ്മൾ ചെയ്തത് ആദ്യം ഒരു എഫ് ഐ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ അസ്യൂം ചെയ്തു. ദെൻ അതിൽ നിന്ന് ഫൈനലി വി ഗെറ്റ് എ വാല്യൂ ഫോർ, നമ്മൾ എഫ് സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എഫ് ഐ അസ്യൂം ചെയ്താണ്, എഫ് സി കണ്ടുപിടിച്ചാണ്. നമ്മൾ ഉപയോഗിച്ച ട്രയൽ വെഡ്ജ് എ ബി എന്ന വെഡ്ജ്, ആ വെഡ്ജിൻ്റെ വാല്യൂ എഫ് സി ആൻഡ് എഫ് ഐ ഈക്വൽ ആണെങ്കിൽ അസംഷൻസ് കറക്റ്റാണ്. അതല്ല അത് ഈക്വൽ അല്ല എന്നെങ്കിൽ ഇഫ് എഫ് സി ആൻഡ് എഫ് ഐ ആർ നോട്ട് ഈക്വൽ ദ അനാലിസിസ് ഹാവ് സം പ്രോബ്ലം. സോ യു ഹാവ് ടു റിപ്പീറ്റ്, നമ്മളിപ്പോൾ ചെയ്ത എല്ലാ പ്രോസസ്സും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി. സോ അങ്ങനെ ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് വാല്യൂസ് ഫോർ എഫ് സി ആൻഡ് എഫ് ഐ. ഒരുപാട് എഫ് സി ആൻഡ് എഫ് ഐ വാല്യൂസ് കിട്ടും, കുറേ ട്രയൽ വെഡ്ജ് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ. You will get a number of FC and FY. Now by using this FC and FY values you have to draw a curve between FY assumed value and FC calculated. ഓരോ തവണയും ഒരു FY വാല്യൂ അസ്യൂം ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ഒരു FC കണ്ടുപിടിക്കും. അടുത്ത തവണ അത് ഈക്വൽ അല്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ വേറൊരു FY വാല്യൂ അസ്യൂം ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു FC കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരുപാട് തവണ കണ്ടുപിടിച്ചിട്ട് ഈ FC ആൻഡ് FY ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുക, ലൈക്ക് ദിസ്. എഫ് സി ആൻഡ് എഫ് ഐ വെച്ചിട്ട് യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ യു ഹാവ് ടു ഡ്രോ എ ലൈൻ വിച്ച് ഈസ് അറ്റ് 45 ഡിഗ്രി. ഇവിടെ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഒരു ലൈൻ വരയ്ക്കുക. ഈ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എഫ് സി ആൻഡ് എഫ് ഐ ആർ ഈക്വൽ. സോ ആ ഒരു പോയിന്റ് എഫ് സി ആൻഡ് എഫ് ഐ ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇറ്റ് ഈസ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അതാണ് എഫ് സി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഐ ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ബി ഈക്വൽ ടു എഫ് എസ് വേർ എഫ് എസ് ഈസ് ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു സ്ലോപ്പിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നതും ആ സ്ലോപ്പിനെ അനലൈസ് ചെയ്യുന്നതും. ഓക്കെ, നൗ നമ്മൾ അതിലെ മൂന്നാമത്തെ മെത്തേഡ് ടൈലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പർ ആൻഡ് സ്റ്റെബിലിറ്റി ചാർട്ട്. ഇതിലെ സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ വിച്ച് ഇൻഡിക്കേറ്റ് ദി സ്റ്റെബിലിറ്റി. എസ് എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റെബിലിറ്റി നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സി എം ബൈ ഗാമ എച്ച്, ഫോർ സി എം ഇസ് ദി
mobilized cohesion, gamma is the density or unit weight of the soil slope, and h is the height of the slope. ആൻഡ് ഈ ഒരു റിലേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം സി ബൈ എഫ് സി ഗാമ എച്ച്. കാരണം എഫ് സി എന്ന് പറഞ്ഞാൽ എഫ് സി ഈക്വൽ ടു സി എം ബൈ സി. ആ റിലേഷനിൽ നിന്ന് യു വിൽ ഗെറ്റ് എസ് എൻ ഇസ് ഈക്വൽ ടു സി ബൈ എഫ് സി ഗാമ എച്ച്, വേർ എഫ് സി ഇസ് ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹീഷൻ. നൗ stability chart means it is a chart which indicates the stability number for different slope angle I and friction angle phi. ഒരു സോയിലിൻ്റെ സ്ലോപ്പ് ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ ആംഗിൾ മാറുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി നമ്പർ തരുന്ന ഒരു ചാർട്ടാണ് സ്റ്റെബിലിറ്റി ചാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ആ ചാർട്ട്. ഇവിടെ വൈ ആക്സിൽ സ്റ്റെബിലിറ്റി നമ്പർ ഉണ്ട്, എക്സ് ആക്സ് എന്ന് പറയുന്നത് സ്ലോപ്പ് ആംഗിളാണ്, സ്ലോപ്പിൻ്റെ ആംഗിൾ. ഫ്രിക്ഷൻ ആംഗിൾ ഒരുപാട് ലൈനായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലോപ്പിൻ്റെ കേസിൽ ഏതാണോ ഫ്രിക്ഷൻ ആംഗിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷൻ ആംഗിൾ 10 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10ൻ്റെ ലൈൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് സ്ലോപ്പ് ആംഗിൾ നോക്കിയിട്ട് അതിന് നേരെ വരുന്നതാണ് സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാർട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റെബിലിറ്റി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ലോപ്പ് എടുത്തു, ആ സ്ലോപ്പിൻ്റെ ആംഗിൾ 70 ആയിരിക്കാം, 70 ഡിഗ്രിയാണ് സ്ലോപ്പ് ആംഗിൾ. അപ്പോൾ 70 ഡിഗ്രി കിട്ടി. ഇനി ആ സോയിൽ സ്ലോപ്പിൻ്റെ ഫ്രിക്ഷൻ ആംഗിൾ 30 ആണെങ്കിൽ ഇതാണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ് 30 ഡിഗ്രിയുടെ ലൈന്. അപ്പോൾ ഈ 70 30യിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതിന് നേരെ വരുന്ന വാല്യൂ ആണ് സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കാൻ. നൗ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ ആൻഡ് ചാർട്ട് വി ക്യാൻ അനലൈസ് ദി സ്റ്റെബിലിറ്റി ഓഫ് ഓർ വി ക്യാൻ ഫൈൻഡ് ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ സം സ്ലോപ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ 5 meter ഡീപ് കട്ട് ഈസ് മെയ്ഡ് ഇൻ എ സോയിൽ ഹാവിംഗ് കൊഹിഷൻ 15 kN/m² and friction value 10 degree. If the slope is 1:1, what is the factor of safety with respect to cohesion? Then if the slope is changed to 1:1.5 horizontal, what will be the factor of safety with respect to cohesion? The unit weight of the soil is 18 kN/m³ and the stability number for phi equal to 10 degree are as follows. That means the stability number for different slope angle is given here. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു 5 meter ഹൈറ്റ് ഉള്ള ഒരു സ്ലോപ്പ് ഉണ്ട്, അതിൻ്റെ കൊഹിഷൻ വാല്യൂ 15, ഫ്രിക്ഷൻ വാല്യൂ 10. ഇതിൽ ഇഫ് ദി സ്ലോപ്പ് ആംഗിൾ 1:1 ആണെങ്കിൽ എത്രയാണ് അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലോപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 1:1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 45 ഡിഗ്രി ആംഗിളാണ്. ഓക്കെ, കാരണം 1:1 എന്ന് പറയുന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/1 എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. നൗ യു ഹാവ് ഗിവൺ ദി എച്ച് വാല്യൂ, ഹൈറ്റ് ഓഫ് ദി സ്ലോപ്പ് ഈസ് 5 meter, കൊഹിഷൻ 15, ഫ്രിക്ഷൻ 10, സ്ലോപ്പ് 1:1 ആൻഡ് സ്ലോപ്പ് 1:1.5 both are given and the density is 18. Now stability number Sn is given by Cm by gamma h or C by Fc gamma h, where C is the cohesion, Fc is the friction, Fc is the factor of safety with respect to cohesion, gamma is the unit weight and h is the height of the slope. Now from this, the first case is the slope is 1:1. Slope 1:1 ആണെങ്കിൽ 45 ഡിഗ്രി എന്നാണ്. അപ്പോൾ 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇതിനകത്ത് 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത് 0.108 ആണ്. 30 ഡിഗ്രി ആണെങ്കിൽ 0.075, 15 ഡിഗ്രി ആണെങ്കിൽ 0.023. അപ്പോൾ ഇവിടെ സ്ലോപ്പ് 45 ഡിഗ്രി ആയതുകൊണ്ട് സ്റ്റെബിലിറ്റി നമ്പർ ഇസ് 0.108. സോ സ്റ്റെബിലിറ്റി നമ്പർ 0.108. നൗ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് Sn is equal to 0.108 is equal to C by Fc gamma h. അല്ലെ C നമുക്കറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ഗാമ അറിയാം, എച്ച് അറിയാം. So you can find the value of Fc കണ്ടുപിടിക്കാൻ പറ്റും. So Fc is equal to C by Sn gamma h. From that you will get the value of Fc is equal to 1.54 എന്ന് കിട്ടും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.54 ആണ്, 1-നേക്കാളും കൂടുതലാണ്, സ്ലോപ്പ് ഏകദേശം സ്റ്റേബിൾ ആണ്. നൗ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് സ്ലോപ്പ് ഈസ് 1.15. ഇവിടെ സ്ലോപ്പ് കൊടുത്ത് ശ്രദ്ധിക്കണം, 1.15 ഒറിസോണൽ എന്ന് പറഞ്ഞാൽ ഒറിസോണൽ 1.5 വെർട്ടിക്കൽ 1 ആണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഒന്നുകൂടെ ഒന്ന് ഫ്ലാറ്റായി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ സെക്കൻഡ് കേസ് നോക്കാം. സ്റ്റെബിലിറ്റി നമ്പർ Sn C by Fc gamma h ആണ്. സെക്കൻഡ് കേസിൽ 1:1.5 h എന്ന് പറഞ്ഞാൽ ആംഗിൾ 33.7 ഡിഗ്രി, കാരണം ടാൻ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/1.5 എന്ന് വരും.
ആൻഡ് ഹൊറിസോണ്ടൽ 1.5ഉം വെർട്ടിക്കൽ 1ഉം ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/1.5. അപ്പോൾ അതിൽ നിന്ന് തീറ്റ യു വിൽ ഗെറ്റ് 33.7 ഡിഗ്രി കിട്ടും. സോ സ്റ്റെബിലിറ്റി നമ്പർ ഓഫ് 33.7 ഈസ് നോട്ട് ഗിവൺ ഇൻ ദാറ്റ് ടേബിൾ. നമ്മൾ നേരത്തെ കണ്ട ടേബിളിനകത്ത് 45 ഡിഗ്രി, 30 ഡിഗ്രി ആൻഡ് 15 ഡിഗ്രി ഈ മൂന്നെണ്ണത്തിൻ്റെ തന്നിരിക്കുന്നത്. 33.7 ഡിഗ്രി തന്നിട്ടില്ല. സോ അത് കണ്ടുപിടിക്കാൻ യു ക്യാൻ യൂസ് ഇൻ്റർപൊളേഷൻ മെത്തേഡ്. ലീനിയർ ഇൻ്റർപൊളേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുക. സോ അതിന് ഇവിടെ 15 ഡിഗ്രിയുടെ സ്റ്റെബിലിറ്റി നമ്പർ 0.023 തന്നിട്ടുണ്ട്. 13 ഡിഗ്രിയുടെ സ്റ്റെബിലിറ്റി നമ്പർ 0.075 തന്നിട്ടുണ്ട്. 45 ഡിഗ്രി എടുത്ത് 0.108 തന്നിട്ടുണ്ട്. നമുക്ക് 33.7 ആയാൽ എത്രയെന്ന് കണ്ടുപിടിക്കാം. സോ ഇത് ഈ മെത്തേഡ് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനെന്ത് പറയുന്നത്, സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചാണ് ചെയ്യുക. ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ അസ്യൂം ചെയ്യുക, ACD അതുപോലെ BE. ഈ ഒരു ട്രയാങ്കിൾ ACD ഒരു ട്രയാങ്കിളും ABE രണ്ട് ട്രയാങ്കിൾ, അങ്ങനെ ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ ABE ആൻഡ് ACD അസ്യൂം ചെയ്യുക. അതിനകത്ത് സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ CD/AC വിൽ ബി ഈക്വൽ ടു BE/AB. അപ്പോൾ CD എന്ന് പറഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിളിലെ CD ഡിവൈഡഡ് ബൈ AC വിൽ ബി ഈക്വൽ ടു BE/AB. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫ്രം വാല്യൂ ഓഫ് BE ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഇക്വേഷൻ ഒന്ന് കിട്ടും. സോ ഓരോ വാല്യൂസും നമ്മൾ ഇൻപുട്ട് ചെയ്താൽ ദ വാല്യൂ ഓഫ് CD എന്ന് പറയുന്നത് 0.108 മൈനസ് പോയിന്റ് ഇതിനകത്ത് കാണാം. അപ്പോൾ CD എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് 0.108 ആണ്. അതിൽ നിന്ന് ഇത്രയും ഹൈറ്റ് കുറക്കുക. ഇത്രയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.075. അത് കുറച്ചാൽ മതി. സോ യു വിൽ ഗെറ്റ് ദിസ് ഹൈറ്റ്. അതുപോലെ AC എന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30ഉം 45ഉം തമ്മിൽ ഇൻ്റർവെല്ലാണ്. ദാറ്റ് ഇസ് 15 ഡിഗ്രി. അപ്പോൾ അതൊക്കെ BE നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ആൻഡ് AB എന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് 30ഉം 33.7ഉം ഇടയ്ക്കുള്ള ഇൻ്റർവെല്ലാണ്. അത് 3.7 ആണ്. സോ അത് ഉപയോഗിച്ചാൽ ഫ്രം ദിസ് റിലേഷൻ യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് BE. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് BE കിട്ടും. ദെൻ BE കിട്ടിയാൽ ഈ 33.7ലെ സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെ ടോട്ടൽ ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് FB പ്ലസ് BE. FB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.075. അപ്പോൾ ആ 0.075 പ്ലസ് BE ആഡ് ചെയ്താൽ മതി. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെബിലിറ്റി നമ്പർ ഫോർ 33.7 ഈസ് FB പ്ലസ് BE. FB ഓൾറെഡി അറിയാം 0.075 പ്ലസ് BE നമ്മളിവിടെ കണ്ടുപിടിച്ചു 0.00814. അപ്പോൾ അത് ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് സ്റ്റെബിലിറ്റി നമ്പർ ഈക്വൽ ടു 0.08314. നൗ ബൈ യൂസിങ് ദ ഇക്വേഷൻ SN C/FC ഗാമ വെച്ച് ഇതിൽ നിന്ന് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് FCയുടെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ യു വിൽ ഗെറ്റ് 2.4. അപ്പോൾ നേരത്തെ 1.54 ആയിരുന്നു, ഇപ്പോൾ 2.4 ആയി. സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടി, കാരണം സ്ലോപ്പ് നമ്മൾ കുറച്ചു അല്ലേ. നേരത്തെ 45 ഡിഗ്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ 33.7 ഉള്ളൂ. സ്ലോപ്പ് കുറച്ചെന്ന് പറഞ്ഞാൽ അത് സ്ലോപ്പ് ഒന്നുകൂടെ ഫ്ലാറ്റ് ആയാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഒന്നുകൂടെ കൂടും. ദാറ്റ് മീൻസ് അതിൻ്റെ സ്റ്റെബിലിറ്റി നമ്പർ അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് കോഷ്യൻ അത് കൂടി. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്റ്റെബിലിറ്റി നമ്പർ, ടൈലർ സ്റ്റെബിലിറ്റി നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു സ്ലോപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നൗ ഇഫ് ദി സ്ലോപ്പ് ഈസ് അൺസ്റ്റേബിൾ വി ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ഇംപ്രൂവിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. അതിലൊന്നാണ് സ്ലോപ്പ് ഫ്ലാറ്റനിങ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കാരണം സ്ലോപ്പ് ആംഗിൾ കുറക്കുക അല്ലെങ്കിൽ സ്ലോപ്പ് ഫ്ലാറ്റൻ ചെയ്ത് വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ആൻഡ് അതുപോലെ പ്രൊവൈഡിങ് എ ബേം ബിലോ ദ ടോ ടു ഇൻക്രീസ് ദ റെസിസ്റ്റൻസ്. ടോൻ്റെ താഴെ ഒരു സ്ട്രോങ് ബേം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ദെൻ ഡ്രെയിനേജ്, അകത്ത് സ്ലോപ്പിനകത്ത് വാട്ടർ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് അത് ഫെയിലിയർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ അതിനകത്തുള്ള വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഇംപ്രൂവ് ദി സ്റ്റെബിലിറ്റി. ആൻഡ് അനദർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെൻസിഫിക്കേഷനാണ്. സോ ഒരു സോയിൽ വളരെ ലൂസ് സോയിലാണെങ്കിൽ അത് ഫെയിലിയർ ആവാൻ, പൊളിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പകരം ആ സോയിലിനെ കോമ്പാക്ട് ചെയ്ത് ഡെൻസിഫിക്കേഷൻ നടത്തണം, ഡെൻസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂടും. സോ സ്റ്റെബിലിറ്റി ഓൾസോ വിൽ ഇൻക്രീസ്. നൗ അനദർ പ്രോസസ് കൺസോൾട്ടേഷൻ. സോയിൽ സ്ലോപ്പിനകത്ത് ഒരുപാട് വാട്ടർ അകത്ത് സാച്ചുറേറ്റഡ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാച്ചുറേറ്റഡ് വാട്ടറിനെ റിമൂവ് ചെയ്ത് സോയിലിനെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും, ഡെൻസിറ്റി കൂടും. നൗ ഗ്രൗട്ടിങ് ആൻഡ് ഇഞ്ചക്ഷൻ. ഒരു സ്ലോപ്പ് സ്റ്റേബിൾ അല്ലെങ്കിൽ അതിനകത്തേക്ക് ചെറിയ ഹോളുകൾ ഡ്രിൽ ചെയ്ത് അതിലേക്ക് സിമെൻറ്റ് ഗ്രൗട്ട് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് ഒരു നെയിൽ പോലെ, ഒരു ആങ്കറിങ് നെയിൽ പോലെ ആക്ട് ചെയ്യും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നോ ഷീറ്റ് പൈൽ റീറ്റെയിനിങ് വോളൊക്കെ ആയിട്ട് സപ്പോർട്ട്, ലാറ്ററൽ സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ആണ് സ്റ്റെബിലൈസേഷൻ. ഒരുപാട് സ്റ്റെബിലൈസേഷൻ മെത്തേഡുകളുണ്ട്. കെമിക്കൽ സ്റ്റെബിലൈസേഷൻ, ദാറ്റ് മീൻസ് സിമെൻറ്റ് സ്റ്റെബിലൈസേഷൻ, ലൈം സ്റ്റെബിലൈസേഷൻ, അങ്ങനെ സോയിൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരുപാട് സ്റ്റെബിലൈസേഷൻ മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. Now in this lecture 4 we have discussed about the slope stability methods, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്, അതുപോലെ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്, ദെൻ ടൈലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പർ, അങ്ങനെ 3 മെത്തേഡുകൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ദെൻ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്, ഫ്രിക്ഷൻ സർക്കിൾ ആൻഡ് ടൈലേഴ്സ് നമ്പർ. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദി മെത്തേഡ്സ് ടു ഇംപ്രൂവ് ദി സ്റ്റെബിലിറ്റി ഓഫ് ദി സ്ലോപ്പ്. ഒരു സ്ലോപ്പ് അൺസ്റ്റേബിൾ ആണെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് മെത്തേഡ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നൗ ഓക്കെ, താങ്ക് യു.